നിങ്ങൾ അവിടെ കയറിക്കോ, ഞാൻ ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. ആ ശരി. സിസ്റ്റർ, വിശാൽ സാർ എവിടെയാ? വിശാൽ സാറോ? ഈ ആശുപത്രിയിലേക്ക് തന്നെയാ കൊണ്ടുവന്നത്. ബോധമില്ലാതെയാ കൊണ്ടുവന്നത്. നെറ്റിയില് ഒരു മുറിവുണ്ടായിരുന്നു. ആ മനസ്സിലായി. ആ പേഷ്യന്റ് ഐസിയുല. അത് എവിടെയാ? ദേ അതിലേ പോയാ മതി. ഫസ്റ്റ് ഫ്ലോറാ. അച്ഛമ്മ. മോളെ, നമുക്ക് ലിഫ്റ്റിൽ പോവാം. അയ്യോ അച്ഛമ്മ, എനിക്ക് പേടിയാ. അച്ഛമ്മ വാ, നമുക്ക് ഇതിലേ പോവാം. വാ. ഡോക്ടർ, എന്റെ മോൻ. പേടിക്കാനൊന്നുമില്ല. മുറിവ് ഡ്രസ് ചെയ്തിട്ടുണ്ട്. സ്കാനിംഗ് റിസൾട്ട് കൂടി വന്നാലേ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറയാൻ കഴിയുള്ളൂ. ബോധം തെളിയാൻ ഒരല്പസമയം കൂടി എടുക്കും. ബോധം തെളിഞ്ഞാലേ പേഷ്യന്റിന്റെ മനസ്സ് വിഷമിപ്പിക്കാതെ നോക്കണം. വിശാൽ സാറ് പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ബോധം തെളിഞ്ഞിട്ടില്ല. അയ്യോ, അനസ്തേഷ്യയിലായിരിക്കും. ഐസിയിലേക്ക് മാറ്റിയായിരുന്നോ? ഞാൻ കാഷ്വാലിറ്റി പോയി നോക്കിയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ടെങ്കിലേ? പേടിക്കാനൊന്നുമില്ല അത്രേ. ഇവിടെ വരുന്നത് വരെ ഈ കുട്ടി ഒരേ പ്രാർത്ഥനയിലായിരുന്നു. എന്തായിരുന്നു പ്രാർത്ഥിച്ചത്? എന്നിട്ടത് ദൈവം കേട്ടോ? വിശാല് രക്ഷപ്പെടണമെന്നായിരിക്കില്ല, എന്റെ മോൻ ഇനി ഒരിക്കലും കണ്ണു തുറക്കരുതെന്നായിരിക്കും ഇവള് പ്രാർത്ഥിച്ചത്. തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടരുത്. അതാ അമ്മ ഇവളുടെ മനസ്സിലിരിപ്പ്. ദൈവമില്ല, പ്രേതമില്ല എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന വിശാല് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ അമ്മയെ മണ്ഡപത്തിൽ വെച്ച് കണ്ടത്രേ. അതാ ഇവളുടെ കൂടോത്രത്തിന്റെ ശക്തി. പ്രേതം മാത്രമല്ല, ഭൂതവും വരും ഇവള് വിളിച്ച. പാർവതി, പ്രഭാവതി, ഇതൊരു ഹോസ്പിറ്റലാണ്. നിനക്ക് വിഴുപ്പലക്കാനുള്ള സ്ഥലമല്ലത്. എന്റെ മോന് ബോധമില്ലാതെ ഐസിയു കിടക്കുക. പാർവതി, വായി തോന്നിയത് വിളിച്ചു പറയുന്നതിന് പകരം 5 മിനിറ്റ് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കേ. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ ഗോപിയേട്ടാ, കാവല് നിക്കണം. കണ്ണിമ വെട്ടാതെ കാവല് നിക്കണം.
വിവാഹം മുടക്കി. അതിന് ഒരിക്കലും നടക്കാതിരിക്കാൻ ഇവൾ അവനെ കൊല്ലാനും മടിക്കില്ല. പാർവതി, അത്രയേറെ ദുഷ്ടത്തരവാ ഇവളുടെ മനസ്സില്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്റെ മോന് കാവല് നിൽക്കാൻ. എന്റെ ദേവി, പാർവതി, പാർവതി. ഇവൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ മോളെ. മോൾ അതൊന്നും മനസ്സിൽ വെക്കുകയോ കാര്യാക്കുകയോ വേണ്ട. കുറ്റം മാത്രം കാണാൻ കഴിയുന്ന 2 കണ്ണുകളാ ദൈവം ഇവൾക്ക് കൊടുത്തിരിക്കുന്നത്. ആ കണ്ണുകൾ കൊണ്ടേ നന്മ കാണാൻ കഴിയില്ല. നന്മ? ഇവള് നന്മ കാണിച്ചതിന്റെ ഫലമാ ദേ ICUയിൽ കിടക്കുന്നത്. പാർവതി, പാർവതി. എന്റെ അമ്മ, ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ഇവളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കെട്ടിച്ചില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഇനിയും വന്ന് നിൽക്കേണ്ടി വരും ICUവിന്റെ മുമ്പില്. എക്സ്ക്യൂസ് മീ സർ, പേഷ്യന്റിന് ബോധം തെളിഞ്ഞു. ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം. ഞാൻ പോയി കാണാം. ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞ അവന് നല്ല സമാധാനം കിട്ടും. മാഡത്തിന്റെ പേര്? പ്രഭാവതി. വിശാലിന്റെ അമ്മയാ. പാർവതിയെ കാണണമെന്നാ പേഷ്യന്റ് പറഞ്ഞത്. പാർവതി, പാർവതി ആരാ? ഈ കുട്ടിയാ. വരൂ മാഡം. അച്ഛാ, നിക്കടി അവിടെ. വിശാലിന്റെ അടുത്തേക്ക് നിന്നെ പറഞ്ഞയക്കാൻ എനിക്ക് ധൈര്യമില്ല. മുഖമടിച്ച് വീണതിന്റെ തളർച്ചയിൽ കിടക്കുന്ന എന്റെ മകന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചാൽ ഒന്ന് തടയാൻ പോലും ആ അവസ്ഥയിൽ അവന് കഴിയില്ല. അവനെ കൊലയ്ക്ക് കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. മാറി നിൽക്കു പ്രഭാവതി. മോളെ, മോള് പോയി കണ്ടിട്ട് വാ. പാർവതി, 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 പാർവതി. പാർവതി, പാർവതി. വിശാൽ സർ, ദേവി, വല്ലാതെ വേദനിക്കുന്നുണ്ടോ വിശാൽ സർ? വേദനിക്കുന്നുണ്ട്, നല്ല വേദനയുണ്ട്. അത് ശരീരത്തിനാണോ മനസ്സിനാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മനസ്സിന് തന്നെയാവും. വിവാഹം മുടങ്ങിപ്പോയില്ലേ, അതുകൊണ്ടായിരിക്കും. അതല്ല എന്നെ വേദനിപ്പിച്ചത്. പിന്നെ 2 കണ്ണുകൾ. അതാ
ശരിക്കും എന്നെ വേദനിപ്പിച്ചത്. എന്നെ തന്നെ നോക്കി നിന്ന ആ 2 കണ്ണുകൾ, അത്രയും ദുഃഖം നിറഞ്ഞ കണ്ണുകൾ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടേയില്ല. ആ കണ്ണുകളിൽ എന്നേക്കുമായി ഭർത്താവിനെ നഷ്ടപ്പെടുന്ന ഒരു ഭാര്യയുടെ ദുഃഖം ഉണ്ടായിരുന്നു. പാതിയിൽ കാവൽ അവസാനിച്ച് മടങ്ങേണ്ടി വന്ന ഒരു കാവൽക്കാരിയുടെ ആശങ്കകളുണ്ടായിരുന്നു. ഇനി എന്റെ വിശാൽ സാറിന് നീയേ ഉള്ളൂ ദേവി എന്ന പ്രാർത്ഥനയുണ്ടായിരുന്നു. സത്യ വിശാൽ സാർ പറഞ്ഞത്. ഉറക്കെ കരഞ്ഞില്ലെങ്കിലും ഞാൻ ഉള്ളില് കരയ തന്നെയായിരുന്നു. നീറി പോകുകയായിരുന്നു. വിശാൽ സാറ് എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണല്ലോ എന്ന് ഓർത്തിട്ട്. വിശാൽ സാറിന് ഇനി ആരും കാവലില്ലല്ലോ എന്ന് ഓർത്തിട്ട്. സാറിന്റെ കണ്ണുകൾ എന്നെ തിരയുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുക തന്നെയായിരുന്നു. വിശാൽ സാറിനെ കൈവിടല്ലേ ദേവിയെന്ന്. അമ്മയെന്ന് വിളിച്ച് വിശാൽ സാറ് ഓടിപ്പോവാൻ നോക്കിയില്ലേ? അപ്പോഴോ എനിക്ക് സമാധാനായത്. മകന്റെ ജീവൻ രക്ഷിക്കാൻ ഗായത്രി അമ്മ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. മകന് അപകടമാണെന്നറിഞ്ഞപ്പോ ഗായത്രി അമ്മ വിശാൽ സാറിന്റെ കൺമുന്നിൽ വന്നല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഒരുപാട് സന്തോഷായി, സമാധാനവും. അമ്മ അവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും ആഗ്രഹിച്ചു. അമ്മ എന്റെ കൺമുന്നിൽ വന്നിരുന്നെങ്കിൽ ഓടിച്ചെന്ന് ആ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി ആ താലി ഞാൻ നിന്റെ കഴുത്തിൽ ചാർത്തുമായിരുന്നു. പെണുങ്ങല്ലേ അമ്മേ? ഞാൻ അങ്ങോട്ട് വന്ന് അനുഗ്രഹം വാങ്ങാം. സാറ് എന്താ പറഞ്ഞേ? ഗായത്രി അമ്മ വിശാൽ സാറിന്റെ കൺമുന്നിൽ വന്നിരുന്നെങ്കിലെന്നോ? അപ്പോ സാർ പറഞ്ഞതിന്റെ അർത്ഥം ആത്മാക്കളെ നേരിട്ട് കാണാനുള്ള കഴിവ് നിന്റെ ഉദയനൂർ ദേവി നിനക്ക് മാത്രമല്ലേ തന്നിട്ടുള്ളൂ, എനിക്ക് തന്നിട്ടില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ എന്റെ അമ്മയെ കാണും? അമ്മേ, അമ്മ എന്താ അവിടെ നിൽക്കുന്നേ? ആൾക്കാർക്കിടയിലാണോ അമ്മ നിൽക്കേണ്ടത്? ഇങ്ങോട്ട് വാ അമ്മേ. അപ്പോ ഗായത്രി അമ്മ അവിടെ വന്നു എന്ന് വിശാൽ സാർ പറഞ്ഞത് കള്ളമായിരുന്നോ? എല്ലായിടത്തും തോറ്റുപോകുന്നൊരു പെൺകുട്ടി പ്രകാശവും സുഗന്ധവും പകർന്നു തന്നിട്ട് സ്വയം എരിഞ്ഞവസാനിക്കുന്ന കർപ്പൂരം പോലൊരു പെണ്ണ്. അവള് നിറകണ്ണുകളുമായി നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയൊരു ബുദ്ധി. ഏതായാലും നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവാ. നീ പാർവതിയല്ല, നെല്ലിക്ക. നെല്ലിക്കയോ? ആദ്യം കയ്പും ചവർപ്പൊക്കെ, പിന്നെ ഉള്ളിലാകെ പടരുന്ന ഒരു ചെറുമധുരം. ഔഷധം കൂടിയ അതല്ലേ നെല്ലിക്ക?
അതുപോലെയാ നീയും. കുറച്ച് കയ്പിനും കുറച്ച് ചവർപ്പിനും അവസാനം എനിക്ക് കിട്ടിയ ചെറുമധുരം. എന്റെ നെല്ലിക്കയാ നീ. എടി പെണ്ണെ, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമടി. പൊട്ടിക്കാളി. ദുഷ്ടനാ നിങ്ങള്. എന്നെ കൊറേ കരയിച്ചില്ലേ? ഓ, പക്ഷേ സ്നേഹമുള്ള ദുഷ്ടനാട്ടോ. ഇപ്പോഴേ ഈ പൊളിഞ്ഞുപോയ വിവാഹ നാടകത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ നിനക്കൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. സമ്മാനോ? എന്ത് സമ്മാനം? ഹാ, അതൊക്കെ സസ്പെൻസ്. ജാസ്മിൻ, ഓ, ഹോസ്പിറ്റലിലേക്ക് വരുന്നൊരു കോലം കണ്ടില്ലേ? പാർട്ടിയാണോ ഇവിടെ നടക്കുന്നത്? അതോ ഓണത്തിന് നടക്കുന്ന പുലികളിൽ പങ്കെടുക്കുന്നോ? എന്താ ജാസ്മിൻ ഇത്? ദേ, വിവാഹം മുടങ്ങിയ പെൺകുട്ടിയാ നീ. കെട്ട് തീരുമാനിച്ച ആളെ കാണാനാ നീ വരുന്നത്. അതും ആശുപത്രിയിലെ ICU കിടക്കുന്ന ആളെ. ദേ, ഈ ഡ്രസ്സും മേക്കപ്പും ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. ഓ, കെട്ട് തീരുമാനിച്ചൊരാള്. എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു നേർച്ചക്കോഴിയാ. ഒരു തരി സ്നേഹം പോലും എനിക്ക് അയാളോട് ഇല്ല. എന്റെ സ്നേഹം വെറും വേഷം കെട്ടായിരുന്നു. ആന്റിക്ക് അത് അറിയാത്തതൊന്നും അല്ലല്ലോ. എനിക്കല്ലേ ജാസ്മിൻ അത് അറിയുള്ളൂ. മറ്റുള്ളവർക്ക് അതൊന്നും അറിയില്ലല്ലോ. ദേ, ഇട്ടിരിക്കുന്ന ഡ്രസ്സോടെയാ പാർവതി ഓടി വന്നിരിക്കുന്നത്. നീയോ? കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ആവശ്യത്തിൽ കൂടുതൽ മേക്കപ്പ് ഇട്ട്, ഓ, നിന്റെ ഈ കോലം കാണുമ്പോ തന്നെ വിശാലിനോടുള്ള നിന്റെ ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും മനസ്സിലാവും. അല്ല, ഞാൻ എന്ത് വേണമെന്ന് ആന്റി പറയുന്നത്? അഭിനയിക്കണം. ഗോപിയേട്ടന്റെയും അമ്മയുടെയും പാർവതിയുടെയും ഒക്കെ മുമ്പില് വിവാഹം മുടങ്ങിയതിന്റെ സങ്കടത്തിൽ കഴിയുന്ന പെൺകുട്ടിയായിട്ട് അഭിനയിക്കണം. ദേ, എങ്ങനെയെങ്കിലും നീ അവന്റെ കഴുത്തിൽ തൂങ്ങിയേ പറ്റൂ. ആ, എന്നാ പിന്നെ തുടങ്ങിക്കോ അഭിനയം. അമ്മേ, ദേ, ജാസ്മിന ഒരേ കരച്ചിലാ. ദേ, കണ്ടോ? ശോ, ആ കാഴ്ച എന്റെ കണ്ണിൽ നിന്ന് പോകുന്നില്ല ആന്റി. ചോര ഒലിപ്പിച്ച് ബോധമില്ലാതെ കിടക്കുന്ന വിശാലിന്റെ രൂപം തന്നെയാ മനസ്സില്. എനിക്ക് വിശാലിനെ ഒന്ന് കാണണം. എങ്കിലേ മനസ്സിന് സമാധാനം കിട്ടും.